ഹലോ എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റോമിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ അടിപൊളിയായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആയ കാന്തിക ലോകത്തെ അത്ഭുതം, ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തി തരാനാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്കറിയാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാഗ്നറ്റ്സിനെ പറ്റി, കാന്തങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കാന്തത്തെ പറ്റി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇപ്പം നിലവിൽ അറിയാം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യമായി കണ്ടുപിടിച്ച കാന്തം ഏതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാഗ്നസ് എന്നൊരാട്ടിടയന് ഒരു ആട് മേയ്ക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലെ വടി, ആ ഒരു വടിയുടെ അറ്റം ഒരു പാറയിൽ ഒട്ടിപ്പിടിക്കുകയും പിന്നീട് പഠനങ്ങൾ നടത്തിയതിനു ശേഷം ആ ഒരു പാറയാണ് ലോഡ്സ്റ്റോൺ എന്ന പേരിൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട കാന്തമായിട്ട് അറിയപ്പെടുന്നത്. അപ്പം അതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോഡ്സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറൽ ഉള്ള ഒരു കാന്തമായിരുന്നു അല്ലേ. അപ്പം പക്ഷെ നമുക്കറിയാം, നമുക്ക് ആ ഒരു കാന്തമല്ല നമ്മൾ ഇപ്പോഴത്തെ ഡെയിലി യൂസിനൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്. വിവിധ തരത്തിലുള്ള കാന്തങ്ങൾ ഇപ്പം നമുക്ക് നിലവിൽ ലഭ്യമാണ് അല്ലെ. നമ്മളിപ്പം എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ നമ്മൾ ഏത് കാന്തമാണ് യൂസ് ചെയ്യുന്നത്? ബാർ കാന്തമാണ് യൂസ് ചെയ്യുന്നത്. കിറ്റ്കാറ്റിന്റെ ബാർ പോലെയുള്ള ആ ഒരു ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റ് ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ് ഏതൊക്കെയാണ്. ഈ മാഗ്നറ്റ്സിന്റെ ഒക്കെ പേര് എന്തിന്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ധാരാളം കാന്തങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാന്തങ്ങൾ തന്നെയാണ്. ഈ ഓരോ കാന്തത്തിന്റെയും ആകൃതിക്കനുസരിച്ചാണ് ഇവയുടെ പേരുകളുള്ളത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലാടകാന്തം, അതായത് നമ്മുടെ ഹോർഷോ മാഗ്നറ്റ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും പരിചയമുള്ള നമ്മുടെ ബാർ മാഗ്നറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ കാന്തം, സിലിണ്ടറിക്കൽ മാഗ്നറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ കാണാനായിട്ട് പറ്റും. ഓവൽ മാഗ്നറ്റ് ഉണ്ട്, യു മാഗ്നറ്റ് ഉണ്ട്, പിന്നെ ഡിസ്ക് മാഗ്നറ്റും റിംഗ് മാഗ്നറ്റും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, റിംഗ് മാഗ്നറ്റും ഡിസ്ക് മാഗ്നറ്റും സിലിണ്ടറിക്കൽ മാഗ്നറ്റും ബാർ മാഗ്നറ്റും ഒക്കെ എന്താണ്. അതുപോലെ തന്നെ നമ്മുടെ യു മാഗ്നറ്റ്, ഇതൊക്കെ അതിന്റെ ആകൃതിക്കനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം വിവിധ തരത്തിലുള്ള മാഗ്നറ്റുകൾ ഇപ്പൊ നമുക്ക് നിലവിൽ ലഭ്യമാണ് അല്ലെ. ഇനി ഈ മാഗ്നറ്റുകളൊക്കെ വസ്തുക്കളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ എല്ലാ വസ്തുക്കളെയും മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന വസ്തുക്കളും മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്ത വസ്തുക്കളുമായിട്ട് നമ്മൾ രണ്ട് തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. കാന്തം അട്രാക്ട് ചെയ്യുന്ന വസ്തുക്കളെ നമ്മൾ എന്താ വിളിക്കുന്നത്? കാന്തിക വസ്തുക്കൾ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നാണ് വിളിക്കുന്നത്. സെയിം കാന്തം അട്രാക്ട് ചെയ്യാത്ത വസ്തുക്കളെ നമ്മൾ എന്താ വിളിക്കുന്നത്? അകാന്തിക വസ്തുക്കൾ, അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അതിന് കൂടെ തന്നെ ഓരോന്നിനും നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾസും നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ഒരു കാന്തത്തിന്റെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് അല്ലെ. കാന്തം വസ്തുക്കളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാന്തത്തിന്റെ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത്? ഒരു ബാർ കാന്തം എടുത്തിട്ട് അതിന്റെ മുകളിലോട്ട് കുറേ മുട്ടുസൂചി നമ്മൾ ഇട്ട് കൊടുത്താൽ ആ കാന്തത്തിന്റെ എൻഡ് ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ആ കാന്തത്തിന്റെ രണ്ടറ്റങ്ങളിലായിട്ട് മുട്ടുസൂചികൾ കൂടുതലായിട്ടും അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, കാന്തത്തിന്റെ ആകർഷണം ഏറ്റവും കൂടുതലുള്ളത് അതിന്റെ എൻഡ് പോർഷനിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ധ്രുവങ്ങൾ, അല്ലെങ്കിൽ കാന്തിക ധ്രുവങ്ങൾ, അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് എന്ന് വിളിക്കും കേട്ടോ. പുതിയൊരു ടേം ആണ് മാഗ്നറ്റിക് പോൾസ്, അല്ലെങ്കിൽ കാന്തിക ധ്രുവങ്ങൾ. അപ്പൊ ഏറ്റവും കൂടുതൽ ഫോഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് കാന്തിക ധ്രുവങ്ങളിലാണ് എന്ന് നമുക്കറിയാം. അതുകൂടാതെ രണ്ട് തരത്തിലുള്ള പോൾസ് ഉണ്ട്. നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. അതായത് ഉത്തര ധ്രുവവും ഉണ്ട്, ദക്ഷിണ ധ്രുവവും ഉണ്ട്. ഇനി നിങ്ങൾ ഇവിടെ വേറൊരു കാര്യം കൂടി പഠിക്കണം. നമ്മൾ പറഞ്ഞു രണ്ട് ധ്രുവങ്ങൾ ഏതൊരു മാഗ്നറ്റിനും ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുന്നത്, ഒരു മാഗ്നറ്റിനെ നമ്മൾ കട്ട് ചെയ്താൽ ആ മാഗ്നറ്റ്, അതായത് കട്ട് ചെയ്ത് പുതിയതായിട്ടുണ്ടാവുന്ന മാഗ്നറ്റിനും ഇതുപോലെ രണ്ട് ധ്രുവങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് നമ്മളൊരു മാഗ്നറ്റിനെ എത്ര ചെറുതായിട്ട് കട്ട് ചെയ്താലും ആ വളരെ ടൈനി മാഗ്നറ്റിനും രണ്ട് പോൾ നിർബന്ധമായും ഉണ്ടാവും. അതായത് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഒരു പോൾ മാത്രമുള്ള ഒരു കാന്തം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. ഏതൊരു കാന്തം എടുത്താലും അവിടെ രണ്ട് പോൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ട് ധ്രുവം ഉണ്ടായിരിക്കും. നോർത്തും ഉണ്ടാവും, സൗത്തും ഉണ്ടാവും, ഉത്തര ധ്രുവം ഉണ്ടാവും, ദക്ഷിണ ധ്രുവം ഉണ്ടാവും. ഇനി നമ്മൾ നോക്കുന്നത്, ഈ മാഗ്നറ്റ് ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുന്നുണ്ടോ? കാന്തത്തിന് ബലം പ്രയോഗിക്കാനുള്ള കഴിവുണ്ടോ? സ്വാഭാവികമായും ഉണ്ട്. കാരണം കാന്തം ബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് മറ്റു വസ്തുക്കളെ അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാന്തത്തിന്റെ ആകർഷണം. ഓക്കെ, അങ്ങനെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് കാന്തിക ബലം എന്നും നമ്മൾ പറയും. അതിന് കറക്റ്റ് ആയിട്ടുള്ള മലയാളം എന്ന് പറയുന്നത് കാന്തിക ബലമാണ്. ഇനി ആ ഒരു കാന്തിക ബലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്.
കുറേ സ്ഥലത്തേക്കൊന്നും അത് എക്സ്പീരിയൻസ് ഇല്ല. ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു മാഗ്നറ്റ് പ്ലേസ് ചെയ്യുന്നു, ആ മാഗ്നറ്റിന്റെ അടുത്തോട്ട് നിങ്ങൾ ഒരു മൊട്ടുസൂചി കൊണ്ടുവരുന്നു. അങ്ങ് ദൂരെ മൊട്ടുസൂചി കൊണ്ടുവന്നാൽ അത് അട്രാക്ട് ചെയ്യില്ല. അതേസമയം മൊട്ടുസൂചി നിങ്ങൾ ഇങ്ങനെ നീക്കി 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 ഒരു പെർട്ടിക്കുലർ റീജിയൻ എത്തുമ്പോഴായിരിക്കും ആ ഒരു മാഗ്നറ്റിലേക്ക് ആ ഒരു മൊട്ടുസൂചി അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കാന്തിക ബലം ആ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. എന്താണ് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്? അപ്പൊ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കാന്തിക ബലം അനുഭവപ്പെടുന്ന റീജിയൻ, ആ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയൻ, അതാണ് കാന്തിക മണ്ഡലം. അപ്പൊ നമ്മൾ പറഞ്ഞു കാന്തിക മണ്ഡലത്തിൽ കാന്തത്തിന്റെ ആ ഒരു ബലമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഒരു ഇമാജിനറി ലൈൻസ് യൂസ് ചെയ്യും. നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലൈൻ ഒന്നും ഇല്ല, പക്ഷെ നമ്മളൊന്ന് ഇമാജിനേഷൻ നടത്തും. ആ ഒരു രേഖകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാന്തിക മണ്ഡല രേഖകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കാന്തിക മണ്ഡലവും കാന്തിക മണ്ഡല രേഖകളും ഒക്കെ എന്താണ്? അദൃശ്യമാണ്, ഇൻവിസിബിൾ ആണ് എന്ന് മക്കൾ ഓർത്തിരിക്കാം. അപ്പൊ മാഗ്നറ്റിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ ഇനിയും ധാരാളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരു സ്വതന്ത്രമായിട്ടൊരു മാഗ്നറ്റ് നമ്മൾ തൂക്കിയിട്ടാൽ അതെപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്, തെക്ക് വടക്ക് ഡയറക്ഷനിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ ഒരു മാഗ്നറ്റ് ഇങ്ങനെ വെക്കുന്നതല്ല, ഒരു മാഗ്നറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് തൂക്കിയിട്ടാൽ എപ്പോഴും ആ ഒരു ദിശയിൽ തന്നെയായിരിക്കും ഉള്ളത്. അപ്പൊ ഇതുപോലെ ധാരാളം കാര്യങ്ങൾ മാഗ്നറ്റിനെ പറ്റി നമ്മൾ ഈ ഒരു സെക്കൻഡ് യൂണിറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ ഈ ഒരു വീഡിയോസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ തറവാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.